പ്രിയപ്പെട്ട ഗുഡ് നൈറ്റ്സ് പ്രേക്ഷകരെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലൂടെ വളരെയധികം പേര് നമ്മുടെ ഉള്ളങ്ങളെ സ്പർശിക്കുവാനും ചിലരുടെയെങ്കിലും ജീവിത ലക്ഷ്യത്തിൽ തന്നെ ഒന്ന് തിരിച്ചുവിടുവാൻ സഹായിച്ചിട്ടുണ്ടെന്ന് അറിയാനിടയായിട്ടുണ്ട്. ചില വ്യക്തികളെ നമ്മൾ പരിചയപ്പെട്ടപ്പോൾ മനസ്സ് നിറയെ പ്രതീക്ഷകളും പ്രത്യാശകളും നമുക്ക് ഉയർന്നു. ഈ പ്രോഗ്രാം വളരെയധികം പേര് ആകർഷിക്കുന്നു എന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നേ ദിവസം നമ്മളോടൊപ്പമുള്ളത് അർത്തുങ്കൽക്കാരനായ മനോജ് എന്ന ഒരു ചെറുപ്പക്കാരനാണ്. യുവാവെന്ന് ഞാൻ പറയുമ്പോൾ പോലും 6 മക്കളുടെ പിതാവാണ്. അദ്ദേഹത്തിലൂടെ ദൈവത്തിൻ്റെ കാരുണ്യം എപ്രകാരമാണ് അദ്ദേഹത്തിൽ പ്രവർത്തിച്ചതെന്ന് കാണുവാനും അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ കേൾക്കുവാനുമായി എല്ലാവരെയും സസന്തോഷം ഗുഡ്നസ് ടിവിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മനോജ്, മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാം ഗുഡ്നസ് ടി വി കണ്ടിട്ടുണ്ടോ? കണ്ടുണ്ട്. ഇന്ന് ഗുഡ്നസ് ടി വിയിൽ നിന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് മനോജിൻ്റെ ജീവിതത്തിലെ കർത്താവ് ഇടപെട്ടതും കർത്താവിൻ്റെ പ്രവൃത്തികൾ എങ്ങനെ ഇദ്ദേഹത്തെ ഒരു സാക്ഷിയാക്കി മാറ്റിയെന്നും മനോജിനെ കുറിച്ചുള്ള ദൈവാനുഭവത്തിൻ്റെ വിവിധ മേഖലകൾ അറിയുവാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് മനോജിനെയും കുടുംബത്തെയും സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താമോ മനോജിൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ? എൻ്റെ പേര് മനോജ് എന്നാണ്. വീട് അർത്തുങ്കലാണ്. വീട്ടിൽ ഞങ്ങൾ അപ്പച്ചൻ മരിച്ചുപോയി, അമ്മച്ചാണുള്ളത്. പിന്നെ എൻ്റെ വൈഫിൻ്റെ അമ്മ, പിന്നെ വൈഫ്. എനിക്ക് 6 മക്കളാണുള്ളത്. ഇത്രയുമാണ് എൻ്റെ കുടുംബം. മൂത്ത മോള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഏറ്റവും ഇളയ ആള് 2.5 വയസ്സായി. ഇത്രയുമാണ് ഒരു മക്കളുള്ളത്. 3 പെൺകുട്ടികൾ, 3 ആൺകുട്ടികളായിട്ട്. മനോജ് എന്താ ചെയ്യുന്നത് ജോലി? ഞാനൊരു ബാർബർ ഷോപ്പ് നടത്തുകയാണ്. അർത്തുങ്കൽ ജംഗ്ഷനിൽ തന്നെ ആയിട്ടാണ് ബാർബർ ഷോപ്പ് നടത്തുന്നത്. ബാർബറിൻ്റെ ജോലിയൊക്കെ അറിയാം? ഞാൻ പഠിച്ചതല്ല, പഠിച്ചു ചെയ്യുന്നതല്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അത് സംഭവിച്ചു. അല്ലാതെ വേറെ വല്ലതും അതിന് പ്രേരകമായോ? ഫാദർ ഇതിന്റെ വർക്ക് ചെയ്യുമായിരുന്നു, മുൻപ് ചെയ്യുമായിരുന്നു. ഒരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് രക്തത്തിൽ അലിഞ്ഞു എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ സംഭവിച്ചു. ഫാദറിലുണ്ടായിരുന്ന ആ ഒരു കാര്യം നമ്മുടെ ഉള്ളിലേക്ക് വന്നു. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് നോക്കിയാൽ, പ്രത്യേകിച്ച് ജീസസ് യൂത്ത് ആണല്ലോ മനോജ്, ഒരു ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ അയാളുടെ അങ്ങനെയുള്ള വ്യക്തികൾ, പ്രത്യേകിച്ച് നവീകരണം, ഈ 2ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ആരംഭിച്ച നവീകരണ മുന്നേറ്റങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ള വ്യക്തികൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഒരു AD ഉണ്ടാവും, ഒരു BC ഉണ്ടാവും. മനോജിൻ്റെ BC ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാനിങ്ങനെ ആയിരുന്നില്ല ഒരു കാലത്ത്. ഞാൻ കൽക്കട്ടയിലാണ് മുൻകാലങ്ങളിൽ വർക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു 7 വർഷത്തോളം കൽക്കട്ടയിൽ ആന്ധ്രയിലിട്ടായിരുന്നു. അവിടെ ആ നല്ല യുവത്വത്തിൻ്റെ സമയമായിരുന്നു. ആ യുവത്വത്തിൽ എന്തെല്ലാം നമ്മൾ എവിടെയെല്ലാം ചെന്നുപെടാവോ അവിടെയെല്ലാം ചെന്നുപെടുകയും ഏതെല്ലാം ലഹരികളും അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് ഒരു ആൾക്ക് എങ്ങനെയെല്ലാം മോശമാകാവോ ആ രീതിയിൽ അത്രത്തോളം മോശമായിരുന്നു. അവിടെ നിന്ന് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ്, നീ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, നിന്നെ നമുക്കൊരു സ്ഥലം വരെ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് 2004 ഡിവൈനിലൊരു ധ്യാനത്തിന് പോവുകയായിരുന്നു. ആ ധ്യാനത്തിൽ വെച്ച് എനിക്ക് ദൈവസ്പർശനമോ അല്ലെങ്കിൽ അനുഭവങ്ങളൊന്നുമല്ല. എനിക്ക് കിട്ടിയേക്കുന്നൊരു അനുഭവം എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് വരക്കും ഇങ്ങനെ നിൽക്കാൻ സാധിക്കും. പിന്നീട് പലപ്പോഴും പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ടെങ്കിലും പലപ്പോഴും വീണ് പോയിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് ആ കിടക്കാതെ അവിടെ നിന്ന് എഴുന്നേക്കാൻ പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു ദൈവാനുഭവം. ഏതായാലും ഇതിൽ നിന്നൊക്കെ എണീക്കാൻ ഇടയായത് ഒരു എൻകൗണ്ടർ ജീസസ് പ്രോഗ്രാം സംഭവിച്ചു കാണിയല്ലേ? അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ സംഭവിച്ചുണ്ടോ? കർത്താവിനെ കണ്ടെത്തി എന്നുള്ള ഒരു അനുഭവം. ഇന്ന് മനോജിന് ഇപ്പോൾ 6 മക്കളുണ്ടെന്ന് പറഞ്ഞു. പൊതുവെ ജീവിച്ചിരിക്കുന്നവരുടെ സുഖത്തിന് വേണ്ടി ജനിക്കാനിരിക്കുന്നവൻ ജനിക്കണ്ട എന്നൊരു നിയമം, അല്ലെങ്കിൽ ജനിപ്പിക്കണ്ട എന്നൊരു തത്വം പൊതുവെ നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ
നമ്മുടെ രാജ്യത്ത് തന്നെ കുടുംബാസൂത്രണം വരുത്തി വെച്ച ഒരു വലിയ വിനയത. ആദ്യകാലത്ത് പറഞ്ഞിരുന്നു നമ്മൾ രണ്ട് നമുക്ക് രണ്ട്, പിന്നെ പറയാൻ തുടങ്ങി നമ്മളൊന്ന് നമുക്കൊന്ന്. ഈ ഒരു തത്വം നിലനിൽക്കുമ്പോൾ എങ്ങനെ ഈ ഒഴുക്കിനെതിരെ നീന്താൻ മനോജിന് പ്രേരണയായി? അതിനുണ്ടായ സംഭവങ്ങൾ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ, പറയാമോ? ഞാൻ 2004 ഞാൻ ഒരു നവീകരണ ധ്യാനം കൂടിയാൻ വരുന്നത്. വന്ന് ഒരു കുറഞ്ഞ കാലത്തിന് ശേഷം ഇവിടെ അടുത്തുകൾ തന്നെ ഇവിടെ അടുത്തായിട്ടൊരു ധ്യാന കേന്ദ്രത്തിൽ ഒരു പ്രോഗ്രാം നടന്നു. പ്രോ ലൈഫിൻ്റെ ഒരു പ്രോഗ്രാമായിരുന്നു. ആ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൃപ പ്രോ ലൈഫാണ് അതിന് നേതൃത്വം നൽകിയത്. അത് ആ ചേട്ടൻ അവിടെ എല്ലാവരോടുമായിട്ട് ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരോടുമായിട്ട് ചോദിച്ച് ഇതിൽ കൂടുതൽ മക്കൾ എത്ര പേർക്ക് ഉണ്ടാകും എന്നൊരു ചോദ്യം ചെയ്യുക. പ്രോ ലൈഫിനെ കുറിച്ചുള്ള പ്രോഗ്രാമാണ്, എല്ലാവരും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കി അതിൽ ഞാനൊരാൾ മാത്രമേ അന്ന് കൈ ഉയർത്തിയുള്ളൂ. മറ്റുള്ളവർ ആരും കൈ ഉയർത്തിയില്ല, ഞാൻ മാത്രമാണ് അന്ന് കൈ ഉയർത്തിയത്. അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് കൊടുത്തൊരു വാക്കല്ല, ദൈവത്തിന് കൊടുത്തൊരു വാക്കാണ്, കൂടുതൽ മക്കൾ ഉണ്ടാകും എന്നുള്ളത്. അത് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിച്ചു. പിന്നീട് എൻ്റെ വിവാഹം ആയി. വൈഫിനോട് ഞാനിങ്ങനെ പറഞ്ഞ് കൂടുതൽ മക്കളുണ്ടാകണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അദ്ദേഹത്തിനും സന്തോഷമായിരുന്നു മക്കളുള്ള കാര്യം. ഇന്നും ഞങ്ങൾക്ക് കൂടുതൽ മക്കൾ വേണം, ഞങ്ങൾക്ക് ഇനിയും മക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ജീസസ് യൂത്ത് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും 9 മക്കളുടെ തന്നെ, നമ്മുടെ അർത്തുങ്കൽ പോലും 9 മക്കളുള്ള ദമ്പതികളുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയാറുള്ളത്, ഞങ്ങൾക്ക് മക്കൾ ജനിക്കുന്നത് ഞങ്ങളുടെ താല്പര്യം കൊണ്ടല്ല, മറിച്ച് വിവാഹം എന്ന കൂദാശയിലൂടെ ദൈവത്തിന് മക്കളെ ജനിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്നാണ് അവർ പറഞ്ഞു കേട്ടിരിക്കുന്നത്. അതാണ് സത്യം. അതാണ് സത്യം. നമ്മൾ എൻ്റെ പല സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ എൻ്റെ കസിൻസിനും ചില അനുഭവങ്ങളുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ആഗ്രഹമുണ്ട്, മക്കളില്ല, ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് ലഭിക്കുന്നില്ല. പക്ഷെ നമ്മൾ തരുന്നതിനെ സ്വീകരിക്കാൻ നമ്മൾ മനസ്സ് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് മക്കളെ ജനിപ്പിക്കുക എന്ന ലക്ഷ്യം വന്നു കഴിയുമ്പോൾ ആ മക്കളെ വളർത്തുന്നത് ദൈവമാണെന്നൊരു ബോധ്യമുണ്ട്. ഇന്ന് പല കുടുംബങ്ങളിലും, ഈ പ്രത്യേകിച്ച് അണുകുടുംബങ്ങൾ, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ചിലയിടത്ത് 2 മക്കളുണ്ട്, ഒരാൾ അമേരിക്കയിലും ഒരാൾ ലണ്ടനിലുമായി. കൂലിപ്പണിയെടുത്ത് മക്കളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് കടമൊക്കെ വാങ്ങിച്ച് പഠിപ്പിച്ച് എല്ലാം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ചില വ്യക്തികളെങ്കിലും പറയാറുണ്ട്, ഇപ്പോൾ ജീവിതം എന്താ, എന്തിന് ജീവിക്കണമെന്ന് അവർ ചിന്തിച്ചു പോകുന്നു. ആ ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അതിനെ ആ ഒഴുക്കിനെതിരെ അല്ലെങ്കിൽ ആ ഒരു സംസ്കാരത്തെ തന്നെ തിരിച്ചു കൊണ്ടുവരുവാൻ ജീസസ് യൂത്തിൽ പലർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേറെ ചാരിതാർത്ഥ്യമുണ്ട്. അതിലൊരാളായി മനോജ് മാറിയതിൽ. അപ്പോൾ മനോജിന് ഓരോ കുഞ്ഞുങ്ങളും ലഭിക്കുമ്പോഴേ അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് കണക്കാക്കി വളർത്തുമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഒരു യാഥാർത്ഥ്യം, ഒരു ബാർബറായി ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ബാർബർ എന്ന് ഉദ്ദേശിച്ചത് ജോലി, ആ ജോലിയിൽ നിന്നും കിട്ടുന്ന വരുമാനം, അതാണ് എൻ്റെ ഇൻറ്റൻഷൻ, അതാ. അപ്പോൾ ആ വരുമാനം ഈ 6 മക്കളെ വളർത്തുവാൻ എപ്രകാരം പര്യാപ്തമാണോ? പലപ്പോഴും ഇന്ന് ഞാൻ കാണുന്നത് ഇതറിയുന്ന ചില മനുഷ്യന്മാരുടെ സഹകരണമോ ചിലർ ഇടപെടുന്നൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കുടുംബങ്ങളിൽ. അങ്ങനെ മനോജന് എവിടെന്നെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രോത്സാഹനത്തിൻ്റെ കരം നീട്ടി തന്നിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ പറഞ്ഞില്ല, 6 മക്കളുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു സ്ട്രഗിൾ നമ്മുടെ ലൈഫിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ എനിക്ക് ഒരു ഭയങ്കര ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ UK നിന്നൊരു ഷാജി ചേട്ടനും ഒരു കുടുംബമാണ്, ഒരു ഷാജി ചേട്ടനും ചേച്ചി. ഷാജി ഷീന എനിക്കറിയാം. ഇവർ രണ്ടുപേരും വളരെ കാര്യമായിട്ട് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യമായി തന്നെ ഇന്നും ഇടപെടുന്നുണ്ട്. എൻ്റെ 2 കുട്ടികളെ അവരാണ് സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്നത്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ വേറൊരു സിൻസി എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. അവരോടൊപ്പം തന്നെ ഒരു ചങ്ങനാശ്ശേരി രൂപതയുമായിട്ട് ബന്ധപ്പെട്ട് അയർലൻഡിൽ നിന്ന് ഒരു അവരുടെ അതായ ഒരു കോൺട്രിബ്യൂഷനും മക്കൾക്ക് വേണ്ടിയിട്ട്, 2ാമത്തെ കുട്ടിക്ക് വേണ്ടിയിട്ട് അവർ നൽകുന്നുണ്ട്. ജീസസ് യൂത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. തമ്മിൽ ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണങ്ങളെ പൂർത്തീകരിക്കുക. അപ്പോൾ തങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾക്ക് ഏത് രീതിയിൽ അയാൾ ദൈവോന്മുഖമായി ജീവിക്കാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന ഏത് സ്ട്രഗിളിനെ നേരിടാൻ സഹായിക്കുക എന്നത് ജീസസ് യൂത്തിനൊരു മെയിൻ ത്രസ്റ്റാണ്. ഇദ്ദേഹം അതിന് പങ്കാളിയായതിന് എനിക്കും വളരെ സന്തോഷമുണ്ട്.
ജീസസ് യൂത്ത് വാസ്തവത്തിൽ നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീസസ് യൂത്തിലുള്ള റോൾ എന്താണെന്ന് പങ്കുവയ്ക്കാമോ? 2004 ജീസസ് യൂത്തിൽ തന്നെയുണ്ട്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ജീസസ് യൂത്തിൽ. ഞാനൊരു മിനിസ്ട്രിയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ ജീസസ് യൂത്ത് മ്യൂസിക് മിനിസ്ട്രിയുടെ ഭാഗമായിരുന്നു. ചേർത്തല സോണിൻ്റെ മ്യൂസിക് മിനിസ്ട്രിയുടെ ഭാഗമായിരുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ ടൈമിൽ സർവീസ് ടീം അംഗമാണ്, കൗൺസിൽ അംഗമാണ്. മനുവിനെ സംബന്ധിച്ചിടത്തോളം ജീസസ് യൂത്താണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രവർത്തന മേഖല. ഇപ്പോൾ ജീസസ് യൂത്തിനൊരു പ്രത്യേകതയാണ്, സാമൂഹ്യ പ്രശ്നങ്ങളിൽ അവർ ഇടപെടാറുണ്ട്. നമ്മൾ 2018 വെള്ളപ്പൊക്കത്തിലാണെങ്കിലും ചെങ്ങന്നൂർ ഭാഗങ്ങളിലൊക്കെ എന്തോരം ക്ലീനിങ്ങിനും മറ്റു കാര്യങ്ങളൊക്കെ പലയിടത്തും പോയി മാസങ്ങളോളം തന്നെ കഷ്ടപ്പെട്ടവരുണ്ട്. ഈയിടെ ചേർത്തല സോണിനെ കുറിച്ച് ഞാൻ കേൾക്കാനിടയായി. അപ്പോൾ ഇദ്ദേഹം ചേർത്തല സോണിലെ ഭാഗമാണല്ലോ. അപ്പോൾ അതിലെ സർവീസ് ടീം മെമ്പർ എന്ന നിലയിൽ എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന് പറയാമോ? ഞങ്ങൾ 2019 സർവീസ് ടീമിൽ ഉള്ളായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളുടെ ഏറ്റവും കൂടുതലായിട്ട് ബാധിച്ചതെന്ന് പറഞ്ഞാൽ ഒറ്റമശ്ശേരി ഭാഗമാണ്. ആ ഒരു ഏരിയയിൽ ചെന്ന് സഹായിക്കാനും അതേപോലെ മണൽ ചാക്കുകൾ നിറയ്ക്കാനും, പിന്നീട് ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് അവിടെ അല്പം എല്ലാവർക്കും പണിക്ക് പോകാനും ബുദ്ധിമുട്ടൊക്കെ ആവുന്ന സമയങ്ങളിൽ ചെറിയ കിറ്റ് വിതരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീസസ് യൂത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടക്കേണ്ടായിരുന്നു. നമ്മുടെ ഫാമിലി ടീമാണ് ചെയ്തത്. ഫാമിലി സ്ട്രീമാണത് കൂടുതൽ കാര്യം വെച്ചത്. ഷാജു മൈലത്ത് എന്ന് പറഞ്ഞൊരു ചേട്ടൻ നേതൃത്വം നൽകിക്കൊണ്ടാണ് ആ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ സാധിച്ചു. എല്ലാവരുടെയും നല്ല അഭിപ്രായങ്ങളും കിട്ടി. നമ്മൾ അഭിപ്രായത്തിന് വേണ്ടിയല്ല ചെയ്യേണ്ടത് എങ്കിൽ പോലും അത് പലർക്കും അതൊരു പ്രേരകമായി. എനിക്കറിയാം, ചെറിയ വിൻസെൻ്റ് പോളുകാരൊക്കെ ഇത് കണ്ടിട്ട് പ്രവർത്തനം ആരംഭിച്ചു പലയിടത്തും. അപ്പോൾ ജീസസ് യൂത്തിൻ്റെ മിനിസ്ട്രികളിൽ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ പലയിടത്തും. ഏത് മിനിസ്ട്രിയിലാണ് കൂടുതൽ പ്രവർത്തിച്ചത്? ഞാൻ മ്യൂസിക് മിനിസ്ട്രിയിലാണ്, പിന്നെ ഇന്റർസെഷൻ. ഈ രണ്ടുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതിന് മ്യൂസിക് മിനിസ്ട്രി പ്രവർത്തിച്ച ആളെന്ന നിലയിലെ ഞങ്ങൾക്കൊരു 4 പാട്ട് പാടിത്തരാമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ. അപ്പം മനോജിൻ്റെ ജീസസ് യൂത്ത് പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ജോലിയും പിന്നീട് പല കാര്യങ്ങൾക്കും പുറത്തു പോകേണ്ടി വരും. അപ്പോൾ ഈ 6 മക്കളെയും ഒക്കെ ആയിട്ട് സിജി എപ്രകാരമാണ് ഇതിനെ മാനേജ് ചെയ്യുന്നതെന്ന് പറയാമോ? വലിയ ശല്യങ്ങളൊന്നും ഇല്ല. മൂത്തവർ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ എൻ്റെതായ പണി അവരുടെ കൂടെ ഇരുന്നാൽ മതി. പിന്നെ അമ്മയുണ്ടല്ലോ കൂടെ, അതിന് സപ്പോർട്ടല്ല. സിജി 6 മക്കളെ അതിന് 2 or 3 ഒക്കെ കഴിയുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ പറയാറുണ്ടല്ലോ ഇനി നിർത്തിക്കൂടാന്നൊക്കെ. അങ്ങനെയുള്ള എന്തെങ്കിലും പ്രതിബന്ധങ്ങളോ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? 2 പിള്ളേരായപ്പോൾ തന്നെ അങ്ങനെ ചോദ്യമൊന്നും വന്നില്ല. 3ാമത്തെ കുട്ടി എന്ന് വെച്ചാൽ 2ാമത്തെ കുട്ടീനെ പ്രസവിച്ച് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ തളർന്നു പോയായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഉടനെ ആകരുത് എന്നുള്ളൊരു മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ 3ാമത്തെ കുട്ടി ടിൻസായിരുന്നു. അത് എത്ര വർഷം കഴിഞ്ഞാണ്? 5ാം വർഷത്തിലാണ്. 2ാമത്തെ മോൾക്ക് 5 വയസ്സായപ്പോഴാണ് അവൾ വരുന്നത്. അത് ഒത്തിരി ഇരട്ട കുട്ടികളായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ആണെന്ന് പോലും അറിയില്ലായിരുന്നു. ഡോക്ടർ ഒന്നും പറഞ്ഞില്ല? അല്ല, അപ്പോഴൊന്നും അറിയില്ലായിരുന്നു. പനി വന്നായിരുന്നു. അതോടെ ഒരു ശ്വാസം മുട്ടലൊക്കെ വന്ന് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ബ്ലീഡിങ് പോലെ തോന്നിയപ്പോഴാണ് പിന്നെ അതുകൊണ്ട് കാണിച്ചത്. അപ്പോഴാണ് ഞങ്ങൾ അറിയണത് വിശേഷമായിട്ടിരിക്കുകയാണെന്ന് തന്നെ. അപ്പോൾ 2 പേരാണെന്ന് പറഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ 2ാമത്തെ ആൾ 7 മാസമായപ്പോൾ പോയി തീർന്നു. പിന്നെ ഒരാളെ ഉണ്ടായിരുന്നത്. എന്നെ നോക്കി ഡോക്ടർ സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ 6ാമത്തെ കുട്ടിയായപ്പോഴാണ് എന്നോട് നിർത്താനൊക്കെ പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചത്. എൻ്റെ ആരോഗ്യനില മോശമാണെന്നൊക്കെ പറഞ്ഞ്. 6ാമത്തെ മോൻ ഗർഭിണിയായത് ഭയങ്കര ഇതായിരുന്നു. അതിൻ്റെ ടീൻസാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നെ നോക്കുന്ന ഡോക്ടറില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു വേറെ ഓരോ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ. പിന്നെ പുള്ളീനെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പുള്ളി വന്ന് വീട്ടിൽ വന്ന് കണ്ടിട്ടാണ് ഞാൻ ആശുപത്രി പോകാൻ തുടങ്ങിയത്. ആദ്യത്തെ മാസം പോയി സ്കാനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ടീൻസാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ വലിയ സന്തോഷിച്ചു, ടീൻസാണല്ലോ എന്ന്. 7 പേരും ആവും. എൻ്റെ ഒരാൾ പോയത് കൂടെ കേട്ടാൽ എനിക്ക് കിട്ടുമല്ലോ, കിട്ടിയല്ലോ എന്ന് ഓർത്ത്. അത് കഴിഞ്ഞപ്പോൾ അറിയണം അതൊരു മുഴയായിരുന്നു എന്നറിയണത്. അപ്പോൾ ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു.
അത് കഴിഞ്ഞ് സ്കാനിങ്ങിന് വരുന്നപ്പോഴാണ് കാരണം കുട്ടീനെ കാണുന്നില്ല, മുഴ മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എന്നാലും സിസ്റ്ററിനെ വിളിച്ച് എല്ലാ കാര്യവും പറയുമായിരുന്നു. സിസ്റ്റർ സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യത്തിനും. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദാനമെന്ന് വെച്ചാൽ എനിക്ക് പിള്ളേരെ ഇഷ്ടമാണ്. ഒന്നും കണ്ടിട്ടല്ല, ദൈവം തന്ന മക്കളല്ലേ, അതാ ഒരു ദാനമായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. എൻ്റെ ചേച്ചിക്ക് ഒരാളേ ഉള്ളൂ, ആരും ഇല്ലാതെ ഇരുന്ന് കിട്ടിയാണ് ചേച്ചിക്ക്, ആ കൂടെയാണ്. അപ്പോൾ എനിക്ക് ആഗ്രഹമായിരുന്നു ഞങ്ങൾക്കൊരു ഒരു കൊച്ചിനെങ്കിലും തന്നെയെന്ന്. പിന്നെ ഒരു ആൺകുട്ടീനെ തന്നെ എന്നാൽ ഒത്തിരി ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെൻ്റെ ആഗ്രഹം പോലെ 3 ആണും 3 പെണ്ണിന് ദൈവം കർത്താവ് തന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ളതാണ് നിങ്ങളുടെ ഉറപ്പല്ലേ? അതെ, പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതാ. ഒരു ജീസസ് യൂത്ത് എന്നല്ല, നിങ്ങൾ ആത്മീയരായതുകൊണ്ട് ഒരു ആത്മീയ വീക്ഷണം നിങ്ങൾക്കുണ്ട്. സഭയുടെ നിലപാട് നിങ്ങൾക്ക് വ്യക്തമായിട്ടും ബോധ്യമുണ്ട് ട്രെയിനിങ്ങുകളുടെയൊക്കെ. അപ്പോൾ ഇന്ന് പലപ്പോഴും 9 ഉം 8 മക്കളെയൊക്കെ ലഭിച്ചിട്ടുള്ള ജീസസ് യൂത്തുകൾ പലയിടത്തുമുണ്ട്. അങ്ങനെയുള്ള ചിലരാണ് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അവർക്ക് സാമ്പത്തികമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികം തരുന്നു, അതല്ലെങ്കിൽ മറ്റുള്ള അവസരങ്ങളുണ്ടെങ്കിൽ അത് തരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായതാണ് നിങ്ങൾക്കിപ്പോഴീ 6 മക്കളെയും ഒരുപോലെ വളർത്തിക്കൊണ്ടു പോകാൻ സഹായിക്കുന്നത്. സിജി തമ്പുരാനോട് സഹകരിച്ചതിനും പ്രത്യേകിച്ച് സഭയുടെ നിലപാടിനോട്. എന്നെ ഇപ്പോഴും ആൾക്കാർ കളിയാക്കുന്ന ഒരു കാര്യം പറഞ്ഞ് ഇപ്പോഴും ഒന്ന് പോയി കഴിയുമ്പോൾ ചോദിക്കും ഇനിയും ഉണ്ടോ വിഷയം ആയോ, അതാ നിർത്തുന്നില്ല, നാണമില്ലേ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കും. അപ്പം പറഞ്ഞു നിങ്ങൾക്ക് നഷ്ടമില്ലല്ലോ, ഞാനല്ലേ നോക്കുന്നത്, അതിനെനിക്ക് കുഴപ്പമില്ലെന്ന് പറയും. കർത്താവിന്റെ മാലാഖ പരിശുദ്ധമായി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെടണമാവുന്നു, അങ്ങയുടെ ഫലമായ ഈശോ കർത്താവിന്റെ ദാസീന്റെ വചനം കൊണ്ട് എന്നോട്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെടണമാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടണമാവുന്നു. വചനമാംസമായ നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെടണമാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടണമാവുന്നു. വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുക. അപ്പം അങ്ങനെ പലപ്പോഴും പലരും പറയാറുണ്ടല്ലേ. പറയാറുണ്ട്. ഹൈറേഞ്ചിലൊരു ചേട്ടത്തിനായിരുന്നു ഒരു തെരേസാമ്മ ചേച്ചി. അപ്പം ഞാനവിടെ 80-ലാണ് ചെന്നത്. ചെന്ന കാലം മുതൽ തെരേസാമ്മ ചേട്ടത്തെ ഞാൻ ഗർഭിണിയായിട്ടേ കണ്ടിട്ടുള്ളൂ. മനസ്സിലായ അവരുടെ 94-ൽ അവരുടെ ഭർത്താവ് മരിച്ചു. അപ്പോഴാണ് അറിയുന്നവർക്ക് ഏറ്റവും ഇളയ കുട്ടിക്ക് 1.5 വയസ്സ്, മൂത്ത കുട്ടിക്ക് അവൻ +2-ന് പഠിക്കുന്നു. അപ്പോൾ ചിരട്ടേന്ന് കഴിയുമ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾ. പക്ഷേ ആ പിള്ളേരിൽ നിന്ന് വളരെ വലുതായി. അന്ന് ആ കുഞ്ഞുങ്ങളെ ആ അമ്മ വളർത്താൻ ഒത്തിരി കഷ്ടപ്പെട്ടു. കാരണം പാറ അളന്ന് മാറ്റിയിടും സാധാരണ ഹൈറേഞ്ചിൽ. അങ്ങനെ ഒരു പാറപ്പുറത്താണ് ഇവർ ഒരു ഷെഡ് വെച്ചിരിക്കുന്നത്. 7 മണിയാകുമ്പോൾ കുഞ്ഞുങ്ങളെ എടുത്ത് മാറ്റിയില്ലെങ്കിൽ പൊള്ളും, പാറ പഴുക്കും. ഈ അമ്മച്ചി അതിനെ കൊണ്ടുപോയി മാവും ചൂട്ടി കിടത്തും. അങ്ങനെയായിരുന്നു അമ്മച്ചിയുടെ ഒരു മകൻ ഇന്ന് അച്ഛനാണ്, 2 മക്കൾ എൻജിനീയേഴ്സാണ്, 2 പെൺപിള്ളേരുള്ളവർ കോളേജ് അധ്യാപികയാണ്, ഒരാൾ എൻജിനീയറാണ്. അപ്പോൾ ഈ തരത്തിലൊക്കെ കർത്താവ് അവരെ വളർത്തി. ദൈവത്തിൻ്റെ ദാനമാണ് മക്കളെന്ന രീതിയിൽ വളർത്തുന്നവർക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിലും അങ്ങനെ ഇടപെടൽ ദൈവം ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോഴത്തെ ഗർഭിണി എങ്ങനെ പ്രസവവേദന അനുഭവിക്കുന്നുവോ അതുപോലെ നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ ഇപ്പോഴെടുക്കുന്ന റിസ്ക് പിന്നീട് ഒരു ആനന്ദമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.
പ്രിയമുള്ളവരെ, മനോജ് ദമ്പതികളുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. 6 മക്കളുള്ള അവർ എത്രമാത്രം സന്തുഷ്ടമായിട്ടാണ് ജീവിക്കുന്നത്. വളരെ തുച്ഛമായൊരു വരുമാനം കൊണ്ടും ദൈവത്തിൽ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്നൊരു കുടുംബം. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ദൈവത്തിൻ്റെ അനുഗ്രഹവും എന്ന് പറയുന്നത് ഈ കുടുംബത്തിൽ വന്നപ്പോൾ നമുക്ക് ഫീൽ ചെയ്തു. ഇത് കേട്ടപ്പോൾ നമുക്ക് അത് നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടാവണം. നമുക്ക് അല്പസമയം ഈ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, ഈ കുടുംബത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഇപ്പോഴവരനുഭവിക്കുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ നിന്ന് പിറന്ന ഇടമല്ല, പിറന്നവനാണ് വലിയവനെന്ന് അങ്ങയുടെ പുൽക്കൂട് ഞങ്ങളോട് സംസാരിച്ചുവെങ്കിൽ ഇന്ന് ഈ കുഞ്ഞുങ്ങൾ ഏത് രീതിയിലാണെങ്കിലും ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് നൽകാമെന്ന് പറയുന്നത് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ കുടുംബത്തെ അനേകർ അനുഗ്രഹീത ഭവനമെന്ന് പറയുന്നത് കേൾക്കുവാനിടയാക്കണമേ. പരിശുദ്ധ അമ്മ, ഈ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. പ്രിയമുള്ളവരെ, അടുത്ത ഒരു എപ്പിസോഡിൽ മറ്റൊരു വ്യക്തിയുമായി അടുത്ത ആഴ്ചയിൽ നമുക്ക് കണ്ടുമുട്ടാം.